വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ പ്രിവ്യൂലാണ്ട് അത് ഈ ഒരു വീഡിയോ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. സോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. സോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസ് കിട്ടാനായി ഈ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ എഡിറ്റിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോങ് ആഡ് ചെയ്തിട്ട് അതിന് ബീറ്റിനനുസരിച്ച് കട്ട്സ് സെറ്റാക്കി വയ്ക്കണം. സോ ഞാൻ ഇവിടെ സ്ക്രീനിൽ ടൈം ലൈൻ കൊടുക്കുക. അതനുസരിച്ച് നിങ്ങൾ കട്ട്സൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിൻ്റെ കർവിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കർവിൽ എല്ലാത്തിലും ചെയ്ത് കൊടുത്തിട്ട് സ്മൂത്ത് ബെറ്റർ ക്വാളിറ്റി കൊടുക്കാം. ഓക്കെ, സോ ഇതൊരു ഈസി സ്റ്റെപ്പ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫാസ്റ്റിൽ കാണിക്കുകയാണ്. ജസ്റ്റ് ആ ഒരു കർവ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്മൂത്ത് ബെറ്റർ ക്വാളിറ്റി കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ കിടക്കാം. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു കട്ടൗട്ട് അനിമേഷൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. സോ അതിനായി നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ കട്ട്സിൻ്റെ എൻഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു എൻഡിലെ ഭാഗം ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു എൻഡിലെ കട്ട്സാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് പോകേണ്ടത്, കട്ടൗട്ട് ചെയ്ത് പോകേണ്ടത്. സോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓവർലേ ആക്കി കൊടുക്കാം. ദെൻ നമുക്ക് ഈ ഒരു ഓവർലേ ആക്കിയത് നമ്മുടെ സെക്കൻഡ് ക്ലിപ്സിൻ്റെ ഇവിടെ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ബാക്കിയുള്ള ജസ്റ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഓവർലേയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കൊടുക്കാം. സോ അതിനായി നമുക്ക് ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് പോയിട്ട് ഈ ഒരു BG റിമൂവ് എന്നുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓട്ടോ റിമൂവിൽ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തത് സ്ലൈഡ് ചെയ്ത് പോകണം. സോ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് എൻഡിങ്ങിൽ ചെന്ന് റൈറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ജസ്റ്റ് സ്ലൈഡായി കിട്ടും. ദെൻ നമുക്ക് ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. സോ ഈ ഒരു ഈസി ഔട്ട് എന്ന് പറഞ്ഞ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സെക്കൻഡ് ക്ലിപ്സിൽ ഒരു ആനിമേഷൻ ആഡ് ചെയ്യണം. സോ ആനിമേഷനിൽ പോവുക. ഈ ഒരു കോംബോയിൽ ഈ ഒരു പോപ്പിംഗ് ക്യാൻഡി എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ആനിമേഷൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഈ ഒരു സെക്കൻഡ് കട്ട്സ് ജസ്റ്റ് ഒന്ന് സൂം ആവണം. സോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടില്ലേ, ഇതേപോലെ സൂം ആവണം. സോ അതിനെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഫക്റ്റിൽ പോവുക. നമുക്കിത് ഈ ഒരു സൂം ലെൻസ് എന്ന് പറഞ്ഞ എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് ഇവിടം വെച്ച് സെറ്റാക്കി വെച്ചതിന് ശേഷം ഒബ്ജക്റ്റിൽ പോയിട്ട് ഓൾ ആക്കി കൊടുക്കുക. സോ ഒബ്ജക്റ്റിൽ ഓൾ ആക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു കട്ടൗട്ട് ആനിമേഷൻ ജസ്റ്റ് ഒന്ന് സൂം ആവും. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ശേഷം നമ്മുടെ അപ്പുറത്തെ കട്ട്സിലും കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ശേഷം അതിൻ്റെ ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു കട്ടൗട്ട് ആനിമേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഈ ഒരു കട്ടൗട്ട് ആനിമേഷനാണ്. സോ അത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു തേർഡ് ക്ലിപ്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം അതിൻ്റെ സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്തതിന് ശേഷം അത് ഓവർലേ ആക്കി വെക്കാം. ഓക്കെ, ദെൻ നമുക്കിത് സെക്കൻഡ് ക്ലിപ്സിൻ്റെ അവിടേക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചതിന് ശേഷം ഇവിടം വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യണം. സോ ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ BG റിമൂവ് കൊടുത്ത് ഓട്ടോ റിമൂവിൽ കൊടുത്ത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. നമുക്ക് അതിനു മുമ്പ് ഈ ഒരു എഫക്റ്റിൽ ചെന്നിട്ട് നമുക്ക് ഈ ഒരു സൂം ലെൻസ് ജസ്റ്റ് ഒന്ന് ഈ ഒരു കട്ട്സിൽ മാത്രം ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കട്ടൗട്ടും ജസ്റ്റ് സൂം ആയിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഓവർലി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ആക്കി കൊടുക്കുക. ഓക്കെ, ഓട്ടോ റിമൂവിൽ കൊടുത്ത് റിമൂവ് ആക്കിയതിന് ശേഷം ഇത് നമുക്ക് ജസ്റ്റ് റൈറ്റിൽ നിന്ന് നമ്മുടെ ലെഫ്റ്റിലേക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് റൈറ്റിൽ നിന്ന് ഇങ്ങനെ വരുന്ന ആ ഒരു ആനിമേഷൻ കിട്ടും. ദെൻ നമുക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ക്ലിപ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ആനിമേഷനിൽ ചെന്നിട്ട് നമ്മൾ ആഡ് ചെയ്യാറുള്ള ആ ഒരു പോപ്പിംഗ് ക്യാൻഡി എന്ന് പറഞ്ഞ ആ ഒരു എഫക്റ്റ് ആ ഒരു ആനിമേഷൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സോ അപ്പോൾ ആ ഒരു കട്ട്സ് വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു ഷെയ്ക്ക് എഫക്റ്റും അവിടെ കിട്ടും. ഇനി നമ്മുടെ തേർഡ് ട്രാൻസിഷൻ ഈ ഒരു മാസ്കിംഗ് ആണ്. സോ ഈ ഒരു കട്ട്സ് മേലെ നിന്ന് ഇങ്ങനെ അടിയിലേക്ക് വരുന്നത് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. സോ ഓക്കെ, നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് എൻഡിൽ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് ഇതേപോലെ ലെഫ്റ്റിലേക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ ബീറ്റ് എവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടെ നിന്ന് ജസ്റ്റ് സൂം ചെയ്യുക. ദെൻ നമുക്ക് ഇതിവിടെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം.
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു നാലാമത്തെ ഈ ഒരു ക്ലിപ്സിൽ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രീസ് ആക്കി കൊടുക്കാം. സോ ഈ ഒരു ഫ്രീസ് ആക്കിയാണ് നമ്മൾ മേലെ നിന്ന് അടിക്ക് കൊണ്ടുവരാൻ പോകുന്നത്. സോ അതിനായി ജസ്റ്റ് ഒന്ന് ഫ്രീസ് ആക്കി കൊടുക്കുക. ശേഷം നമുക്ക് ആ ഒരു ഫ്രീസ് ആക്കിയത് നമ്മുടെ ആ ഒരു ആ ഒരു തേർഡ് ക്ലിപ്സിൽ നമ്മൾ ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയില്ലേ. സോ ആ ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടേക്ക് ഈ ഒരു ഫ്രീസ് ആക്കിയത് കൊണ്ടുപോവാം. ഓക്കെ, ഇത് ഈ ഒരു കീ ഫ്രെയിമിൻ്റെ അവിടേക്ക് ജസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്നാണ് ജസ്റ്റ് മേലെ നിന്ന് അടിക്ക് വേണ്ടത്. സോ അതിനായിട്ട് നമുക്ക് അവിടെ തന്നെ കറക്റ്റായിട്ട് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഓവറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് റൈറ്റിലേക്ക് പോകുമ്പോൾ മാസ്ക് എന്ന് പറഞ്ഞിട്ട് കാണും. സോ ഒരു മാസ്ക് എന്ന് പറഞ്ഞ ടൂൾ ജസ്റ്റ് ഒന്ന് എടുക്കുക. അതിൽ നമുക്ക് ഫസ്റ്റ് ആണ് ആ ഒരു ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞ ആ ഒരു ടൂൾ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. ആ ഒരു കോർണറിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് എൻഡിൽ കൊണ്ടുപോയിട്ട് അടിയിലേക്ക് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ അടിയിലേക്ക് ഡ്രാഗ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു വൈറ്റ് ഏരോ മാർക്ക് കാണില്ലേ. സോ അത് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫെയ്ഡ് ആയിട്ട് കിട്ടും. സോ അതേപോലെ നമുക്ക് ഇവിടെയുമായിട്ട് ജസ്റ്റ് ഒന്ന് ഫെയ്ഡ് ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫെയ്ഡ് വരുന്ന രീതിയിൽ അവിടേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ഗ്രാഫ് ആഡ് ചെയ്യുമ്പോൾ ബോറാവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ അവിടെ ഗ്രാഫ് ആഡ് ചെയ്യണില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മാസ്ക് ചെയ്തത് ജസ്റ്റ് സൂം ആയിട്ട് വരണം. സോ എല്ലാ കട്ട്സും കൂടി ജസ്റ്റ് സൂം ആവണം. സോ ഇതിനെ നമുക്ക് സൂമിങ് എഫക്റ്റ് എടുക്കാം. സൂം ലെൻസ് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടം വെച്ച് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. സോ ഒരു നാലാമത്തെ കട്ട്സും കൂടെ കൂട്ടി വെച്ച് ക്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റിൽ പോയിട്ട് ഓൾ ആക്കി കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ അത്യാവശ്യം നല്ല രീതിയിൽ സൂം ആവുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ സൂമും റേഞ്ചും അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ അഡ്ജസ്റ്റിൽ ചെന്ന് സ്പീഡ് കൂട്ടി കൊടുക്കുക. ദെൻ റേഞ്ചും ജസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അത് നിങ്ങളുടെ ക്ലിപ്സ് അനുസരിച്ച് ചെയ്യണമായിരിക്കും ബെറ്റർ. സോ ഞാൻ അത്യാവശ്യം ഇത്ര കൊടുക്കണുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ആ ഒരു സൂമിങ് വന്ന് നിന്നിട്ട് എൻഡിലായിട്ട് നമുക്ക് ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യാം. പുൾ ഔട്ട് എന്ന് പറഞ്ഞ ഒരു ട്രാൻസിഷനാണ് ആഡ് ചെയ്യേണ്ടത്. സോ ഒരു വൈറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് മൊമെൻറ്റിൽ ചെല്ലാം. മൊമെൻറ്റിൽ ചെന്നിട്ട് ഈ ഒരു പുൾ ഔട്ട് എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന കട്ട്സിൽ ആനിമേഷൻസ് ആഡ് ആക്കിയാൽ മതി. സോ ഈ ഒരു കട്ട്സ് ക്ലിക്ക് ചെയ്യുക. ആനിമേഷനിൽ ചെന്നിട്ട് കോംബോയിൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഈ ഒരു ആനിമേഷൻ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ആനിമേഷൻ തന്നെ, ഈ ഒരു സൂമിൻ്റെ ആനിമേഷൻ തന്നെ നമുക്ക് എല്ലാത്തിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ഓവർലേ ഉണ്ട്. സോ ഇതുപോലത്തുള്ള ഓവർലേസ് ഒക്കെ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. തൽക്കാലം ഞാൻ ഈ ഒരു ഓവർലേ എങ്ങനെ ആഡ് ആക്കണമെന്ന് കാണിച്ചു തരാം. സോ ഇതിനായിട്ട് ഈ ഒരു ഓവർലേ ഞാൻ ജസ്റ്റ് ഓവർലേ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഓവർലേ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം സൂം ചെയ്യുക. ശേഷം നമുക്ക് ആ ഒരു ട്രാൻസിഷൻ്റെ ഇടയിൽ തന്നെ വരണം. ഓക്കെ, ഇനി നമുക്ക് സ്പ്ലേസ് കൊടുത്തതിന് ശേഷം ഫിൽറ്റർ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ഓവർലി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് ഷെയ്ക്ക് എഫക്റ്റും ബ്ലർ എഫക്റ്റും വേണം. സോ നമുക്ക് എഫക്റ്റിൽ പോവാം, ഷെയ്ക്ക് എടുക്കുക. ദെൻ നമുക്ക് ഇത് ഇവിടം വെച്ച് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒബ്ജക്റ്റിൽ പോയിട്ട് ഓൾ ആക്കിയതിന് ശേഷം നമുക്കത് ജസ്റ്റ് ഒന്ന് സെൻറ്ററിലേക്ക് ആക്കി വെക്കാം. ഓക്കെ, ദെൻ നമുക്ക് അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ നമുക്ക് സെൻറ്ററിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ദെൻ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും 0 ആക്കി കൊടുക്കുക. ഓക്കെ, ശേഷം നമുക്കത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ആൻഡ് നമുക്ക് അതിൻ്റെ റിപ്ലേസ് കൊടുത്തിട്ട് നമുക്ക് ലെൻസിൽ പോയിട്ട് ഈ ഒരു ബ്ലറിൻ്റെ ഓപ്ഷൻ ആഡ് ചെയ്യാം. അതിൽ നമുക്ക് സെൻറ്ററിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് റൈറ്റിലും ലെഫ്റ്റിലും 0 ആക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു എഫക്റ്റ് നമ്മുടെ കട്ടൗട്ട് ആനിമേഷൻ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ആ ഒരു ട്രാൻസിഷൻ്റെ അവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് ആക്കി കാണിച്ചു തരാം. ഇതിവിടെ ആയിട്ട് പ്ലേസ് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ട്രാൻസിഷൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് പാർട്ടിലായിട്ട് ഈ ഒരു വീഡിയോയുടെ കളർ ഗ്രേഡിങ്ങും പിന്നെ SFX കാര്യങ്ങൾ ആഡ് ഞാൻ ആഡ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക.
പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.